ആകാശ് തില്ലങ്കേരിയുടെ നിയമം ലംഘിച്ചുള്ള യാത്രയിൽ വിമർശനവുമായി ഹൈക്കോടതി. വാഹനം ഓടിച്ചത് ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട ആളെന്ന് മനസ്സിലാക്കുന്നു. രൂപമാറ്റം വരുന്ന വാഹനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം. സാമൂഹ്യ മാധ്യമങ്ങളും ജാഗ്രത പുലർത്തണമെന്നും കോടതി. വിവരങ്ങളുമായി ലീഗൽ കറസ്പോണ്ടന്റ് ഷപ്ന സിയാദ് ചേർന്നു. ഷപ്ന, ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ കോടതി ഈ വിഷയത്തിൽ പരാമർശം നടത്തിയിരിക്കുന്നത്? ലക്ഷ്മി, വാഹനങ്ങളുടെ രൂപമാറ്റം സംബന്ധിച്ച് നിരവധി കേസുകൾ ഹൈക്കോടതിയുടെ മുമ്പാകെയുണ്ട്. ഇത്തരത്തിലുള്ള ഹർജി പരിഗണിക്കവെയാണ് ഇന്ന് ഈ ആകാശ് തില്ലങ്കേരി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോ കോടതിയിൽ പ്രദർശിപ്പിക്കുകയും ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തത്. ഷുഹൈബ് വധക്കേസിലെ പ്രതിയായ ആകാശ് തില്ലങ്കേരി ഒരു ചുവപ്പ് നിറമുള്ള തുറന്ന ജീപ്പിൽ വയനാട് പരമരത്താണ് ഇത്തരത്തിൽ യാത്ര നടത്തിയത്. ഈ വിഷയത്തിൽ മോട്ടോർ വാഹന വകുപ്പ് നിയമലംഘനത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. തുടർന്നാണ് ഇന്നിപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായത്. കോടതി തന്നെ വ്യക്തമാക്കിയത് ഈ വാഹനം ഓടിക്കുന്നത് ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട ആളാണെന്ന് മനസ്സിലാക്കുന്നു എന്ന് കോടതി സൂചിപ്പിച്ചു. അതുപോലെ ക്രിമിനൽ നടപടി സ്വീകരിക്കേണ്ടതാണ് ഇത്തരം സംഭവങ്ങളിൽ എന്നാണ് കോടതിയുടെ പരാമർശം. സർക്കാർ ഇതിൽ കൃത്യമായ നടപടി സ്വീകരിക്കണം എന്ന് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരം വാഹനങ്ങൾ പൊതുസ്ഥലത്ത് ഉണ്ടാകാൻ പാടില്ല എന്നാണ് കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. രൂപമാറ്റം വരുന്ന വാഹനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം. വീഡിയോകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. യൂട്യൂബും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളും ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണം എന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിരവധി തവണ ഇത്തരം രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ പിടിച്ചെടുക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കോടതി ഇടപെട്ടിരുന്നു. ഇന്നിപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ളത് LED ലൈറ്റ് വെച്ചതും രൂപമാറ്റം വരുത്തിയതുമായ വാഹനങ്ങൾ പിടിച്ചെടുക്കണം. ക്യാമ്പസുകളിലടക്കം ഇത്തരം വാഹനങ്ങൾ കൊണ്ടുവരുന്നുണ്ട് എന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഇതിനിടെയാണ് ഈ ആകാശ് തില്ലങ്കേരിയുടെ വാഹനവുമായി ബന്ധപ്പെട്ട സംഭവവും കോടതിയുടെ കോടതി തന്നെ ഇക്കാര്യത്തിൽ ഒരു പരാമർശം നടത്തിയ സ്ഥിതിക്ക് ഈ വിഷയത്തിൽ MVDക്ക് കുറച്ചുകൂടി വേഗത്തിലുള്ള ഒരു നടപടി വേണ്ടി വരുമല്ലേ? തീർച്ചയായും. ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതനുസരിച്ച് മോട്ടോർ വാഹന വകുപ്പ് ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ്. ഈ വാഹനത്തിന് രജിസ്ട്രേഷൻ നമ്പർ ഇല്ലായിരുന്നു. അതുപോലെ രൂപമാറ്റം വരുത്തി. വാഹനം ഓടിച്ച ആകാശ് തില്ലങ്കേരി സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല. അങ്ങനെ നിരവധി നിയമലംഘനങ്ങൾ നേരത്തെ തന്നെ കണ്ടെത്തുകയും ഈ മോട്ടോർ വാഹന വകുപ്പ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തുടർ നടപടിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹൈക്കോടതി ഈ ഒരു പരാമർശം നടത്തിയ സാഹചര്യത്തിൽ ഇത്തരം വാഹനങ്ങൾ റോഡിൽ ഇറക്കരുത്, റോഡിൽ കാണാൻ പാടില്ല എന്നൊരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ ഇനി ഈ വാഹനം റോഡിൽ ഇറക്കിയാൽ പിടിച്ചെടുക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോകേണ്ടി വരും. കാരണം കോടതി കൃത്യമായി ഈ വിഷയത്തിൽ ഇതിന്റെ ഈ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഈ വീഡിയോ അടക്കം കോടതിയിൽ പ്രദർശിപ്പിച്ചാണ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത്. അതുമല്ല, ഈ വാഹനം ഓടിച്ചത് ഒരു ക്രിമിനൽ കേസിലെ പ്രതിയാണ് എന്ന് മനസ്സിലാക്കുന്നു എന്ന് കോടതി പരാമർശം നടത്തുകയും ചെയ്തു. അത്തരത്തിലുള്ള ഒരു പരാമർശം ഉണ്ടായതോടുകൂടി ഒരു പക്ഷേ ഇനി ഈ വാഹനം പിടിച്ചെടുക്കാനുള്ള നടപടിയിലേക്ക് വരെ മോട്ടോർ വാഹന വകുപ്പിന് പോകേണ്ടി വരും. ഷപ്ന സിയാദാണ് വിശദാംശങ്ങൾ നൽകിയത്. ആകാശ് തില്ലങ്കേരിയുടെ നിയമ ലംഘനം സംബന്ധിച്ച് ഇപ്പോൾ ഹൈക്കോടതി വിമർശനമുയർത്തിയിരിക്കുകയാണ്. വാഹനം ഓടിച്ചത് ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട ആളാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. രൂപമാറ്റം വരുന്ന വാഹനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം. ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്ന വേളയിലായിരുന്നു ഇപ്പോൾ കോടതി വളരെ ശക്തമായി തന്നെ ഈ വിഷയത്തിൽ പരാമർശം നടത്തിയിരിക്കുന്നത്. തീർച്ചയായും MVD കേസെടുത്തിട്ടുണ്ട്. പക്ഷേ തുടർ നടപടികളിലേക്ക് വളരെ വേഗത്തിൽ പോകേണ്ടി വരും കോടതിയുടെ ഈ പരാമർശത്തെ തുടർന്ന് എന്നാണ് ഷപ്ന റിപ്പോർട്ട് ചെയ്യുന്നത്.